എനിക്കറിയാം. അടച്ചുപൂട്ടിയ ഏതു വീടിനും ഒരു പഴുതുണ്ട്. ഏത് വീട്ടുകാരനും ഒരു കൈപ്പിഴ പറ്റിയിരിക്കും. ഒരു ജനൽ അറിയാതെ തുറന്നിട്ടിരിക്കും. ഡോക്ടർ സി രാവുണ്ണി എഴുതിയ ഭാഗ്യജീവിതം എന്ന കവിതയുടെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം ശാന്തം സുഖം ശുഭം. അവതരണം കാവ്യശിഖ. രംഗത്ത് ഡോക്ടർ സി രാവുണ്ണി, അംബിക രാവുണ്ണി, ജിബിൽ പെരേര. നാടകാവിഷ്കാരം സംവിധാനം സുധാകരൻ കെ. രാമാരാമം. എൻ്റെ വീടാണിത്. ഞാൻ വീട്ടുകാരൻ. ഈ വീട്ടുകാരൻ. ഇപ്പോ ഇവിടെ ഞാനുമുണ്ട്, സഹധർമ്മിണിയുമുണ്ട്. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഒരു 3 മണിയായി കാണും. ഈയിടെയായി സൂര്യൻ ഉദിച്ച് ഉച്ചയ്ക്ക് മുകളിലെത്തിയിട്ടേ ഞാൻ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കാറുള്ളൂ. ഇന്നെന്താ നേരത്തെ എണീറ്റതെന്ന് അല്ലേ? പറയാം. അംബിക അമ്പലത്തിൽ നിർമ്മാല്യം തൊഴാൻ പോകാനായി നേരത്തെ ഉണർന്നു. ഒപ്പം ഞാനും. എനിക്ക് ഈ അമ്പലത്തിൽ പോകാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവള് നിർബന്ധിക്കാറില്ല. അവള് പോകുന്നതിനൊന്നും എതിർപ്പുമില്ല. പാവാന്നേ. ഫ്ലാസ്കിൽ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ഞാൻ വന്നിട്ടുണ്ടാക്കി തരാം. സമയം ഇപ്പം 3 ആയിട്ടുള്ളൂ. ചുമയുള്ളതാ, നല്ല മഞ്ഞുണ്ട്. വാതിൽ പൂട്ടി കിടന്നോളൂ. നീ സമാധാനമായി പോയി വരൂ. കവിസഹജമായ മനോവ്യാപാരങ്ങളിൽ വ്യാപൃതനാവാൻ പറ്റിയ സമയമായതുകൊണ്ട് ഞാൻ ഈ മുറിയുടെ അറ്റത്ത് എൻ്റെ സ്ഥിരം കസേരയിൽ അല്പനേരം സ്വസ്ഥനായിരിക്കട്ടെ. എങ്കിൽ ശരി, സ്വൈര്യമായിട്ടിരുന്ന് എഴുതിക്കോളൂ. ആരോ അങ്ങോട്ട് മാറുന്നത് ഒരു നിഴൽ പോലെ കണ്ടുവല്ലോ. നല്ല നിലാവുണ്ട്. ഇനി അത് വല്ല കള്ളനോ മറ്റോ ആകുമോ? കണ്ടിട്ട് ഒരു കള്ളനെ പോലെയുണ്ട്. ഗേറ്റും പൂട്ടുമൊക്കെ അവൻ തപ്പി നോക്കുന്നുണ്ട്. അവയുടെ ബലം അവന് ബോധ്യപ്പെടുന്നുമുണ്ട്. തൊട്ടാൽ പൊള്ളുന്ന വില കൊടുത്ത് ഞാൻ മേടിച്ച ഉരുപ്പടികളാ. ഹോ ഭാഗ്യം, അവൻ അതൊന്നും തല്ലിപ്പൊളിക്കുന്നില്ല. ഹയ്യടാ, ഒറ്റ കൊതുപ്പിന് അവൻ ഗേറ്റ് ചാടിക്കടന്നിരിക്കുന്നു. എനിക്ക് ആ ചാട്ടം ഭയങ്കര ഇഷ്ടായി. ഇവനെ യഥാക്രമം പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു ഒളിമ്പിക്സ് മെഡൽ കിട്ടുമായിരുന്നു. അവനതാ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അവിടെ പോയിരുന്ന്
നല്ലവണ്ണം വീക്ഷിക്കാം. അംബിക ചായ ഉണ്ടാക്കി വെച്ചത് നന്നായി. ഇല്ലെങ്കിൽ എനിക്ക് പണിയായേനെ. പുറത്ത് മഞ്ഞുള്ളത് കൊണ്ട് നല്ല തണുപ്പുണ്ടാകും. അതല്ലേ ചൂട് ചായ ഇഷ്ടപ്പെട്ടത്. ശ്വാസം മേലോട്ടായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. മര്യാദക്കാരനാണ്, ഊറ്റിക്കുടിച്ചില്ല. അവന്റെ ആ നടത്തം ഒരു പൂച്ചയെ പോലുണ്ട്. എനിക്കിഷ്ടായി. കുഞ്ഞുനാളിൽ ഞാനും ഇതുപോലെ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ ഒന്ന് നടന്നു നോക്കട്ടെ. അയ്യോ, ഓ, ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ടല്ലേ. ആരോട് ചോദിക്കാനാ? അംബിക ഇപ്പോ അമ്പലത്തിലെത്തിയിട്ടുണ്ടാ. ചിലപ്പോ നിർമാല്യം തൊഴുകയാവും. വന്നിട്ട് നടന്നു കാണിക്കാം. എന്റെ എല്ലാ കോപ്രായങ്ങളും അവളെയാണല്ലോ ആദ്യം കാണിക്കാറ്. പാവം, അതിൻ്റെ ഒരു തലയിലെഴുത്ത്. അത് പോട്ടെ. പുറത്ത് കിടക്കുമ്പോഴും ആ കള്ളന് എന്നെ കാണാൻ പറ്റിയില്ലെന്നത് എന്റെ കഴിവ് തന്നെയാണെന്നതിൽ സ്വാഭാവികമായും ഞാൻ അഭിമാനിക്കുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ പരാജയം കൂടിയാണത്. തൊട്ടു മുന്നിലിരിക്കുന്നയാളെ കാണാൻ കഴിയാത്ത കള്ളൻ എന്ത് കള്ളനാണ്, വെട്ടി. വാസ്തവത്തിൽ അവന്റെ കണ്ണിൽ ഞാൻ പെട്ടുവെങ്കിൽ അവൻ ഇരുമ്പഴിക്കുള്ളിലാവുമായിരുന്നു. എന്നെ കണ്ട അവൻ കത്തിയൂരില്ലേ, എന്നെ കുത്തും, കൊല്ലും. മണം പിടിച്ച് പിന്നാലെ വരുന്ന പോലീസ് നായ അവനെ പിടികൂടും. അവന്റെ ജന്മം പിന്നെ കോഞ്ഞാട്ട. പാവം. അവന്റെ ഭാഗ്യത്തിന് ഞാൻ അവന്റെ കണ്ണിൽ പെട്ടില്ല. അതാ അവൻ ഭാണ്ഡം പുറത്തേക്കിട്ട് ഒളിമ്പിക്സ് കുതിപ്പ് കുതിച്ച് റോട്ടിലേക്ക് കുതിച്ചു ചാടുന്നു. ആ ബലേ, ആ ചാട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. എന്താ ഒരു രസം. അയ്യോ, ഓ, ഓ, അങ്ങനെ ചാടാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഒരു ഇച്ഛാശക്തി കൊണ്ട് എല്ലാത്തിനും മുതിരുന്നുണ്ടെങ്കിലും പ്രായമായില്ലേ. ആ കള്ളന് തിരക്കില്ലായിരുന്നുവെങ്കിൽ 5-6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ച് കണ്ട് രസിക്കായിരുന്നു. ഈ ഇനത്തിൽ ഒരു സമ്മാനവും കൊടുക്കായിരുന്നു. അവന് തിരക്ക് കാണുമായിരിക്കോ? പാവം. സമയം പോയതറിഞ്ഞില്ല. 4 വരി കവിതയെങ്കിലും അംബിക വരുന്നതിന് മുമ്പ് എഴുതണമെന്നുണ്ട്.
കവിതയ്ക്ക് ഒരു പേര് ആദ്യമിടാം. അത് പതിവില്ലാത്തതാണ്. പതിവില്ലാത്തതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. കളവ് നടന്ന രാമാരാമം. ശീർഷകം അത് മതി. നേരം വെളുത്തു തുടങ്ങി. ഇനി പുറത്തു പോയിരുന്ന് എഴുതാം. അപ്പോ കിടന്നില്ലേ? അമ്പലത്തിൽ എന്ത് തിരക്കായിരുന്നോ. സീനിയർ സിറ്റിസൺസിന് മുൻഗണന ഉണ്ടായതുകൊണ്ട് അകത്ത് കടന്ന് നല്ലോണം തൊഴാൻ പറ്റി. ഭഗവാന്റെ മുന്നിലും തരം തിരിച്ച് മുൻഗണന നൽകുമോ? നിങ്ങളോട് പറയണ എന്നെ വേണം തല്ലാൻ. അല്പം പ്രസാദം കഴിക്കുന്നു. അവിൽ നിവേദ്യാണ്. ഇന്ന് കുചേല ദിനമായിരുന്നു. അതാ അവിൽ നിവേദ്യം. ഭഗവാൻ കുചേലന് അവില് കൊടുത്ത് അയച്ചു തുടങ്ങിയോ? മാറ്റം അവിടെയും. കഴിച്ചോളാം. അവിടെ വച്ചേക്കൂ. പല്ല് തേക്കട്ടെ. കുളിച്ചിട്ട് കഴിച്ചാ മതി. അയ്യോ, ഈ അലമാരി എന്താ തുറന്നിട്ടിരിക്കണേ? അപ്പോ അതവൻ അടച്ചില്ലേ? പാവം, അത് മറന്നു കാണും. ഇതില് വെച്ചിരിക്കണ സ്വർണവും പൈസയും കാണുന്നില്ലല്ലോ. എന്റെ പുതിയ പട്ടുസാരികളും ചുരിദാറും കാണുന്നില്ല. എന്റെ കണ്ണാ, എല്ലാം വലിച്ചു വാരിട്ടേക്കണു. നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോ കള്ളൻ എല്ലാം എടുത്തുകൊണ്ടുപോയി അല്ലേ? ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവനാണ് അവൻ. അയ്യോ, എന്നെല്ലാം പോയേ. ഓടിവാ നാട്ടാരെ, ഇവിടെ കള്ളം കേറി. അയ്യോ, വന്നോളൂ വന്നോളൂ, കേറി വന്നോളൂ. നോക്കൂ, എല്ലാം കൊണ്ടുപോയി. കണ്ട, എല്ലാം കൊണ്ടുപോയി. ഇവിടെ കള്ളം കേറി, എല്ലാം കൊണ്ടുപോയി. ഇതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാ സത്യമതല്ല. കവിത ഇങ്ങനെയായാൽ അതിലൊരു പുതുമയുമില്ല. സാധാരണ ഒരു കള്ളം കയറിയ വീട്ടിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. വീട്ടിലെ സൂക്ഷിപ്പുകളെയും സമ്പാദ്യങ്ങളെയും കുറിച്ചുള്ള എല്ലാ ടെൻഷനുകളും ഇതോടെ അവസാനിക്കുകയാണ്. ഭാഗ്യത്തിന് നല്ല നേരം നോക്കിയാണ് ആ കള്ളൻ വന്നു കയറിയത്. നോക്കൂ, ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്നത് വരെ മാത്രമേ പ്രശ്നമുള്ളൂ. ശേഷം ഭാഗ്യ ജീവിതമാണ്. പിന്നെ എല്ലാം ശാന്തം, സുഖം. കവിതയുടെ പേര് ആദ്യം കുറിച്ചത് വേണ്ട, ഒന്ന് മാറ്റിക്കളയാം. ഭാഗ്യജീവിതം, അത് മതി. നിങ്ങൾക്കും ഇതുപോലൊരു ഭാഗ്യജീവിതം ഉണ്ടാകട്ടെ. അഭിവാദ്യങ്ങൾ. ജീവിതം ഒരു ഗാനം, ജീവിതം ഒരു ഗാനം, ജീവിതം ഒരു ഗാനം, ജീവിതം ഒരു ഗാനം. ആരോഹണങ്ങൾ അവരോഹണങ്ങൾ, ആരോഹണങ്ങൾ അവരോഹണങ്ങൾ, ആയിരം ആയിരം ഭാവലയങ്ങൾ. ജീവിതം ഒരു ഗാനം, ഈ ജീവിതം ഒരു ഗാനം. കെട്ടിപ്പിടിക്കാണ്ട് വിട്ടു.